സൂപ്പർ സൂപ്പർ ക്ലൈമാക്സ്. ഈ ബിജുമേനോന്റെ വെറൈറ്റി, അതെ, ഒരു കൺവെൻഷൻ മോഡിൽ മാറി വ്യത്യസ്തമാകുന്നു. നമ്മൾ ഒരിക്കലും പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്ലൈമാക്സും കാണേണ്ടതാണ്. ഈ സമൂഹത്തെ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ആളുകൾ കാണേണ്ടതാണ്. നമ്മൾ പറയുന്നത് ആൾക്കാർക്ക് ഇന്ന് സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ പല കാലത്തും കാണിക്കും. അടിച്ചു കയറും. ഈ ഡാൻസർ മാത്രമല്ലോ ഇതിനു മുമ്പൊക്കെ, പക്ഷെ അഭിനയം കൊള്ളാം. അഭിനയ രംഗം ഞാൻ അടിച്ചു കയറും. എന്തായാലും വിഷ്ണുമോഹന് ശരിക്കും പറഞ്ഞ ഒരു അവാർഡ് കൂടി കൊടുക്കും. അത്രയ്ക്ക് നല്ല കഥ. അടിപൊളി മൂവിയായിരുന്നു. എന്റെ മോനുണ്ട്, മോനൊക്കെ ഉണ്ട്. ഈ മൊത്തത്തില് ഈ നേതൃദേവിയൊക്കെ ആദ്യമായിട്ടുള്ള സിനിമ അഭിനയിക്കുന്നത്, ഈ നേതൃദേവിയൊക്കെ ആദ്യമായിട്ടുള്ള സിനിമ അഭിനയിക്കുന്നത് അതെങ്ങനെയുണ്ടായിരുന്നു? നല്ല ഭംഗിയുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. അഭിനയിക്കാൻ അറിയാം. അഭിനയിക്കാൻ അറിയാവുന്നതുകൊണ്ടാണല്ലോ ഒരു മൂവിയിൽ വന്നത്. നേതൃദേവി ആദ്യമായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അതെങ്ങനെയുണ്ടായിരുന്നു? അവരെ പറ്റി പറയാൻ നമ്മൾ ആളല്ല. നല്ല സിനിമ, ഫാമിലിക്ക് എല്ലാവരും കാണണം. എന്തെങ്കിലും മെസ്സേജ് സിനിമ പ്രണയമാണ് അതിൽ മെയിൻ പ്രണയമാണ് അതിൽ. അങ്ങനെയൊക്കെ പ്രേമം തന്നെയാണ് അതിൻ്റെ കോർ സബ്ജക്റ്റ്. നല്ല ഫാമിലി സബ്ജക്റ്റ് കുറേ ആൾക്ക്. നമ്മുടെ ഓരോ തലമുറയിൽ പ്രണയത്തെ പറ്റിയുള്ള വലിയൊരു കാഴ്ചപ്പാട് ശരിക്കും ഫാമിലി ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന അടുത്തിടെ ഇറങ്ങിയ ഒരു നല്ല പടം. ഏത് പോർഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഏത് ലവ് സ്റ്റോറി? എനിക്ക് പ്രണയം മൊത്തം ഇഷ്ടം. കാരണം ഇതിൽ ഒരു ഒട്ടുമിക്ക എല്ലാ പ്രണയങ്ങളും നമ്മുടെ ലൈഫിൽ ഫീൽ ചെയ്തിട്ടുള്ള പ്രണയങ്ങൾ. പിന്നെ ഈ ഏജിൽ ഏത് പ്രണയം ഇഷ്ടമെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എല്ലാ പ്രണയം ഇഷ്ടം. കൊച്ചിലെ മുതൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടുവന്നിരുന്ന പ്രണയങ്ങൾ നല്ല രസമുള്ള. നിങ്ങളെല്ലാം കണ്ടില്ലേ? എങ്ങനെയുണ്ട്? നല്ല സിനിമയാണ്. അപ്പോൾ ഭയങ്കര ഇമോഷണലായി. എന്താ പറയുക, അവരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണാം. താങ്ക് യു. സൂപ്പർ, അടിപൊളി ക്ലൈമാക്സ്, ഗംഭീരം, എല്ലാം ഗംഭീരം. ഞങ്ങളല്ല തീരുമാനം പറഞ്ഞത്, അഭിനയിച്ച ഇതിനകത്ത് വർക്ക് ചെയ്ത ഞങ്ങളല്ല പറയേണ്ടത്. പ്രേക്ഷകരോട് ചോദിക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുഴപ്പമില്ല, നല്ലൊരു പടം, പ്രണയത്തിനൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്റ്റോറി. അങ്ങനെ പറഞ്ഞാൽ ഒരു ഏതൊരു പ്രായത്തിലും ഒരു മനുഷ്യൻ്റെ മനസ്സിലൊരു പ്രണയം ഉണ്ടാവും. അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഒക്കെ നന്നായിരിക്കുന്നു. ക്ലൈമാക്സ് ഒക്കെ നമ്മൾ വിചാരിക്കാത്ത ഒരു ക്ലൈമാക്സ് കിട്ടി. തീർച്ചയായിട്ടും പ്രായം അഭിപ്രായം നല്ല രസമുള്ള അഭിപ്രായമാണ്. കാരണം ഇത്ര ഇമോഷണലായിട്ടാണ് നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. അപ്പം അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ പോർഷൻസൊക്കെയാണ് ഡബ്ബിങ് സമയത്തൊക്കെ കൂടുതലും കണ്ടിരുന്നത്. അത് മൊത്തം ടോട്ടൽ സിനിമയുടെ ഔട്ട് കാണുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ആ ഒരു ഞെട്ടലാണ് ആക്ച്വലി. അപ്പോൾ എല്ലാവരുടെയും ക്യാരക്ടർ ഇത്രത്തോളം ഒരു ഡെപ്ത് ഉള്ള ഒരു പ്രണയം. ഇപ്പോൾ ലവ് സ്റ്റോറി നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും കിട്ടിയ ഒരു ഇമ്പാക്റ്റിനേക്കാൾ ഒരുപാട് മുകളിലാണ് വിഷ്വലി വന്നത്. അപ്പോൾ അത് വലിയ സന്തോഷം. എല്ലാവരുടെയും ക്യാരക്ടർ, ഹക്കീം ചെയ്ത ക്യാരക്ടർ, മനസ്സുയുടെ പ്രത്യേകിച്ച് മനസ്സുയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. പിന്നെ കുട്ടികളാണെങ്കിലും നല്ല രസമായിട്ട്. അപ്പം പ്രണയത്തിൻ്റെ തന്നെ പല തലങ്ങൾ സംസാരിക്കുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് പൊളിറ്റിക്കൽ കാര്യങ്ങളും അതും എല്ലാം ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനം പ്രണയമാണ് എന്നുള്ളൊരു മെസ്സേജിന് ഉദ്ദേശിച്ച സാധനം നല്ല രീതിയിൽ ഔട്ട് വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വലിയ സന്തോഷം. കണ്ടു. എല്ലാവരുടെയും പ്രണയം ഇഷ്ടപ്പെട്ടോ? എന്താ ഒരു എനർജി ഇല്ലാതെ? അത് മഞ്ജുടെ പണ്ടത്തെ പ്രണയം. എന്തായാലും എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഒരു എന്താ പ്രൊമോഷനിൽ ഞങ്ങളുടെ വിഷ്ണു ചേട്ടൻ, ഞങ്ങളുടെ ഡയറക്ടർ സാറ് പറഞ്ഞതുപോലെ പ്രണയിക്കാത്തവരും പ്രണയിച്ചിട്ടില്ലാത്തവരും അതിൻ്റെ പെയിൻ അറിയാത്തവരും ഒക്കെ വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമായിരിക്കും. സോ അവർക്ക് എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയായിരിക്കും. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അറിയാം, ഓണക്കാലമാണ്. ഓണത്തിനിറങ്ങിയ എല്ലാ പടങ്ങളും നിങ്ങൾ രണ്ട് കൈകളും നീട്ടിയിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ മൂവീസും ഹൗസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങളുടെ കഥ ഇന്ന് വരെയും കൂടി സ്വീകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. കഥാപാത്രത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെയ്തൊരു കഥാപാത്രമാണ് ഇതിലുള്ളത്. കാരണം വെച്ചാൽ ഒരു പ്രണയം പറയുക, അത് ഫീൽ ചെയ്യുക എന്നുള്ള ജോണർ കൈൻഡ് ഓഫ് സാധനം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. കുറേ മൂവീസ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഭാര്യ കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരാളുടെ ഇഷ്ടം കേൾക്കുക, പ്രകടിപ്പിക്കുക എന്നുള്ള സീൻസ് ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കിത് പുതുമയുള്ളൊരു കാര്യമായിരുന്നു. സ്ക്രീനിൽ അതെങ്ങനെ വരും എന്നുള്ളത് കാണാൻ ഞാൻ കുറച്ച് എക്സൈറ്റഡ് തന്നെ ആയിരുന്നു. അപ്പം അതിലെനിക്ക്
സന്തോഷമുണ്ട്. എൻ്റെ സീൻസ് ഒക്കെ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇനിയും കാണുന്നവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെത് മാത്രമല്ല, അനുവിൻ്റെയും നിഖിലയുടെയും പോർഷൻസ്, ദേവിക ചേച്ചിയുടെയും ടീച്ചറിൻ്റെയും പോർഷൻസ്, രഞ്ജി പണിക്കർ സാറിൻ്റെ പെർഫോമൻസ്, സിദ്ദിഖിൻ്റെ ആ ഒരു ചെറിയൊരു സീനുണ്ട്. അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒരുമിച്ചാണ് കണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കുറേ സീൻസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഈ കഥാപാത്രം ഇല്ലെങ്കിൽ അനു ചെയ്ത ഈ കഥാപാത്രം ചർച്ച ചെയ്യപ്പെടും തോന്നുന്നു. ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളതല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നമ്മൾ ഏതൊരു ക്യാരക്ടർ ചെയ്യുമ്പോഴും ആഗ്രഹിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നമ്മുടെ കഥാപാത്രം നല്ല രസമുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കേൾക്കണം എന്ന് നമുക്ക് എപ്പോഴും എന്തായാലും പേഴ്സണലി ആഗ്രഹം ഉണ്ടാവും. എൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് ആൾക്കാർ പറയണം, നമ്മുടെ ക്യാരക്ടറിനെ പറ്റിയിട്ടും പറയണം എന്ന് എപ്പോഴും ഉള്ളത് പോലത്തെ ആഗ്രഹം. കഥ ഇതുവരെ പറയുന്നത് ഒരു മൂന്നോ നാലോ പ്രണയകഥകളുടെ ഒരു മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് മലയാള സിനിമയിൽ അങ്ങനെ പ്രണയകഥകളുടെ ഒരു അഭാവമുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ തന്നെ ഈ സിനിമയിലെ പ്രണയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സിനിമയിൽ കണ്ട് ശീലിച്ച നായകൻ ഇങ്ങനെയായിരിക്കണം, നായിക ഇങ്ങനെയായിരിക്കണം എന്നുള്ള അങ്ങനത്തെ ചില ക്ലീശകളൊക്കെ ഈ സിനിമ പൊളിച്ചിട്ടുണ്ട്. നായകനും നായിക ഇന്ന ബാക്ക്ഗ്രൗണ്ടിലാവണം, അങ്ങനെയുള്ള എല്ലാവിധ മുൻധാരണകളെയും പൊളിച്ചുകൊണ്ടുള്ള 3-4 പ്രണയങ്ങളാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ ക്ലൈമാക്സിലോട് അടുക്കുമ്പോൾ അവസാനത്തെ ഒരു 10 മിനിറ്റ് അതിഗംഭീരമായി ഇതൊക്കെ വന്നു ചേരുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നത് നല്ല ഒരു ട്വിസ്റ്റായിട്ട് ആ സിനിമയിൽ വന്നിട്ടുണ്ട്. പിന്നെ വിഷ്ണുമോഹൻ്റെ മുൻപത്തെ സിനിമ മേപ്പടിയാനാണ്. നമുക്കറിയാം അതിനകത്ത് ഒരുപാട് അണ്ടർലൈൻ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്സ് ഇതിനകത്ത് ഉണ്ടെങ്കിലും സിനിമയുടെ മൊത്തത്തിലുള്ള അനുഭവം എന്ന് പറയുന്നത് ഇത് വളരെ റിയലിസ്റ്റിക് ആയ പ്രണയാനുഭവങ്ങൾ. എല്ലാ പ്രണയവും സിനിമയിലല്ലാതെ സക്സസ് ആവില്ല എന്ന് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും, നമ്മുടെ ജാതിയെതിരെ മതപ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ, ജോലിയിലാണെങ്കിൽ ജോലിയുടെ സ്റ്റാറ്റസിൻ്റെ പ്രശ്നങ്ങൾ, വീട്ടുകാരുടെ സ്റ്റാറ്റസിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ട് പ്രണയകഥകളുടെ ഒരു കംപ്ലീറ്റ് മിക്സായിട്ട് ഫാമിലി ആയിട്ടും പ്രണയിക്കുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട രീതിയിലേക്ക് കഥ ഇതുവരെ ഒരു നല്ല സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വണ്ടർഫുൾ മൂവിയാണ്, എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. എന്തോ പടത്തിലേക്ക് ഓഡീഷൻ വഴി അങ്ങനെ വന്നതാണ്. പിന്നെ അച്ഛനായിരുന്നു അഭിനയിക്കണം ഭയങ്കര ഇഷ്ടം, അത് എന്നിലൂടെ സഹായിച്ചു ഒത്തിരി. ഇതിപ്പം 15th മൂവിയായി, 15 മൂവിയായി. പിന്നെ ARM അജയൻ്റെ 2ാം വർഷം, അതിനകത്ത് ടൊവിനോ ചേട്ടൻ്റെ കുട്ടിക്കാലമായിട്ട് അഭിനയിക്കുന്നുണ്ട്. എല്ലാവരും 2 സിനിമയും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം.